അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. ഞാനെപ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കണം. ഈശോയെ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം ഞാൻ 100 വട്ടം കണ്ട് അനുഭവിച്ച 10,000 മനുഷ്യരിൽ അനുഭവേദ്യമായ സഭയിലുള്ള നിന്റെ സാന്നിധ്യം. കർത്താവെ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുമുണ്ട്. ആരായാലും ശരി കർത്താവെ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണത്തില്ലായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്. നീ അവരെ കരുണയോടെ ആദ്യതയോടെ ഞങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ട്. അവൻ മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ പാതാളങ്ങൾ ഇറങ്ങി. അത് ഈശോയെ, മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ
തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന് നഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഈശോയെ, രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷനുമായി, ഓപ്പറേഷൻ ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. പക്ഷേ ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട്. ഈശോയെ, അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തിക ചില കടങ്ങൾ, ചിലയിടത്ത് കൊണ്ട് പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിലകപ്പെട്ടവരുണ്ട്. ഈശോയെ, മനുഷ്യൻ്റെ എല്ലാ പാതാളങ്ങളിലേക്കും കല്യാണം കെട്ടാതെ വയസ്സായി നരച്ചു പോയി, കുഞ്ഞുങ്ങളില്ലാതെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മോഹങ്ങളും പോയി, അങ്ങനെ പാതാളത്തിലകപ്പെട്ടവരുണ്ട്. ഈശോയെ, നീയാണ് പുനരുദ്ധാനം, നീ മാത്രമാണ് പുനരുദ്ധാനം. ഞങ്ങളുടെ എല്ലാ നഷ്ടപ്പെട്ട പ്രതീക്ഷകളും, അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവ് നിൻ്റെ പ്രകാശത്താൽ, തിരുവുത്ഥാന പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തിൽ ദൈവവേദന നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ, ഈശോനാമത്തിൽ കൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വീശ്വരൻ നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഡെയിലി ബ്രെഡിൽ ധ്യാനിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ സ്ഥൈര്യലേപനമാണ്. നിങ്ങളിത് അച്ഛൻ ഇങ്ങനെ കവളാസ് പൊട്ടിക്കണ പോലെ കാണരുത്. മറിച്ച് നമുക്ക് സ്ഥൈര്യലേപനം ഉണ്ടല്ലേ, ക്രിസ്ത്യൻസിനെ. വിശ്വാസത്തിൽ സ്ഥിരപ്പെടുക, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ സ്ഥിരപ്പെടുക, അതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വാങ്ങിക്കുക. നമ്മൾ പെന്തക്കോസ്ത ദിവസത്തിലേക്ക് ധ്യാനപൂർവ്വം സഞ്ചരിക്കുകയാണ് സഭ. ഞാനിന്ന് തിരിച്ചു പറയണത് ദൈവത്തിൻ്റെ സ്ഥൈര്യലേപനത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് നമുക്കല്ലേ സ്ഥൈര്യലേപനം, ദൈവത്തിന് എങ്ങനെ സ്ഥൈര്യലേപനം ചെയ്യണം എന്ന് വെച്ചാൽ, ദൈവം നമ്മളെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ടവനായിരിക്കണം. അത് നമ്മൾ സ്ഥിരപ്പെടുന്നതിനേക്കാളും 1000 മടങ്ങ് പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ഇപ്പം നമ്മളെക്കുറിച്ച് നമ്മളോടുള്ള വിശ്വാസത്തിൽ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണെന്നുള്ള കാര്യത്തിൽ ദൈവം സ്ഥിരപ്പെട്ടവനായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ജന്മം മൊത്തം തലകുത്തി നടന്ന് കസരത്ത് കാണിച്ചിട്ടും ഒരു മീഡിയം വളർച്ചയെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷയം, ഇപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവനാവട്ടെ അവരിൽ വിശ്വസിച്ചില്ല എന്ന്. അത് കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞായിരുന്നു. അത് ഇതിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. കാര്യത്തിൽ സെൻറ്റ് ജോണിൻ്റെ സുവിശേഷമല്ലേ, സെൻറ്റ് ജോണിൻ്റെ ഓരോ അത്ഭുതം കഴിയുമ്പോഴും ഈ നമ്മുടെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷമില്ലേ, അതിൻ്റെ ഓരോ സുവിശേഷം കഴിയുമ്പോഴും, ഓരോ മിറക്കിൾസ് കഴിയുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പറയുന്ന വാക്കാണത്, അങ്ങനെ അവർ അവനിൽ വിശ്വസിച്ചു. ഓരോ ഘട്ടം കഴിയുമ്പോഴും പറയും അങ്ങനെ. ഇപ്പോൾ ഉദാഹരണത്തിന് കാനായിലെ കല്യാണത്തിൽ വെള്ളം പിഞ്ഞാക്കി കഴിഞ്ഞ് അതിൻ്റെ പരിസമാപ്തി വരുമ്പോൾ എന്താ പറയണത്? യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ, അതാണ് പോയിന്റ്.
എല്ലാ മിറക്കളും കഴിയുമ്പോൾ ഇത് പറയും യോഹന്നാൻ. എന്താണ്? അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അവനിൽ വിശ്വസിച്ചു. ഇത് തന്നെയാണ് നമ്മുടെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴില്ലേ, നിക്കോദേമോസോട് സംസാരിച്ചതിന് ശേഷം യോഹന്നാൻ അതിൻ്റെ കൺക്ലൂഷൻ എഴുതി ചേർക്കുന്നുണ്ട്. അത് മനോഹരമാണ്. അത് യോഹന്നാൻ 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവന്റെ മേലുണ്ട്. ദൈവകോപം അവൻ്റെ മേലുണ്ട്. അപ്പം എൻ്റെ മെയിൻ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്നും പറഞ്ഞാണ് ആ 3-ാം അധ്യായം അവസാനിക്കേണ്ടത്. ഇനിയിപ്പോൾ 4-ാം അധ്യായത്തിലേക്ക് വരാം. 4-ാം അധ്യായത്തിലെ ഡിസ്കോഴ്സ് ആരുമായിട്ടാണെന്ന് അറിയാമോ? സമറിയക്കാരിയുമായിട്ടുള്ള ഈശോയുടെ ഡിസ്കഷനാണ്. അത് അവസാനിക്കണേ എങ്ങനെയാണെന്ന് നോക്കിയേ. യോഹന്നാൻ 4:42. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഓരോ അധ്യായം കഴിയുമ്പോഴും ആദ്യം കാനായിലെ സ്ത്രീയെ അവതരിപ്പിക്കും. എന്നിട്ട് പറയും അങ്ങനെ അവർ അവനിൽ വിശ്വസിച്ചു എന്ന് പറയും. പിന്നീട് മൂന്നാമത്തെ അധ്യായത്തിൽ നിക്കോദേമോസിനെ അവതരിപ്പിച്ചിട്ട് പറയും അവനിൽ വിശ്വസിച്ചു, അവന് വിശ്വസിക്കുന്ന നിത്യജീവനുണ്ടെന്ന് പറയും. 4-ാം അധ്യായത്തിൽ സമരക്കാരനെ അവതരിപ്പിച്ചിട്ട് ജനങ്ങൾ സമരക്കാരിൽ നിന്ന് സുവിശേഷം കേട്ടതിന് ശേഷം അവളോട് പറയും, ഇനി നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾ നേരിട്ട് കണ്ടിരിക്കുന്നു, അവനാണ് ക്രിസ്തു എന്ന് വിശ്വസിച്ചിരിക്കുന്നത്. ഇത് മനോഹരമാണെന്നറിയാമോ? ഇത് കേൾക്കണമെങ്കിൽ ഞാനിത് വേറെ പുസ്തകത്തിൽ നോക്കി പറയണമല്ല കേട്ടോ, പഠിച്ച് കമൻറ്റർ നോക്കി പറയണമല്ല. എൻ്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തോണ്ടി പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ വെള്ളി കൂടി പോകേണ്ടെന്ന്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ 4 തന്നെ രാജസേവകൻ്റെ കർത്താവ് എൻ്റെ പുത്രൻ രോഗബാധിതനായി വീട്ടിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് പിന്നീട് രാജസേവകൻ്റെ റെസ്പോൺസ് കണ്ട യോഹന്നാൻ 4:53 നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബവും മുഴുവൻ വിശ്വസിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ 4 അധ്യായങ്ങളിൽ ഇങ്ങനെ പറയുന്നു. ഇനി അങ്ങനെ തുടർച്ചയായിട്ട് പറയേണ്ടത് അങ്ങനെ അവനിൽ വിശ്വസിച്ചു എന്ന്. ഓരോ അധ്യായം എഴുതണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഈശോയിൽ വിശ്വസിച്ചു എന്ന്, ഈശോ മനുഷ്യരാശിക്ക് വിശ്വസിച്ച് രക്ഷപ്പെടാനുള്ള ദൈവത്തിൻ്റെ ഏക പദ്ധതിയാണെന്നുള്ളതാണ് യോഹന്നാൻ പറയണത്. അപ്പോൾ യോഹന്നാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും യോഹന്നാൻ പറയും, ഇതിൻ്റെ ഇടയ്ക്ക് പറയവേ കർത്താവിന് അവരെല്ലാം വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അവനാവട്ടെ അവരിൽ വിശ്വസിച്ചില്ലെന്നും പറയും. അതാണ് വിഷയം. അതെന്ത് രസമാണെന്ന് കേൾക്കാൻ. യോഹന്നാൻ 2:24 യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരിക്കുന്നു. മനുഷ്യനെ കുറിച്ച് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. എന്തൊരു തട്ടാണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നെന്ന്. ആരൊക്കെ ഇനി റെക്കമെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതൊരു വല്ലാത്തൊരു വിഷയമാണ് കേട്ടോ. ദൈവതിരുസന്നിധി സ്വീകാര്യനല്ലാത്ത ഒരു വ്യക്തിക്കും വേറൊരാളുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനോ അവൻ്റെ ജീവിത തടസ്സങ്ങളെ പരിഹരിക്കാനോ ഒന്നും പറ്റത്തില്ല. കാര്യം മനുഷ്യൻ ഉള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നെന്ന്. അവനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരാളെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ തന്നെ ദൈവം അവനറിയുന്നില്ലേ. എന്നുവെച്ചാൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ റിസ്ക് വേണമെന്നാണ് അർത്ഥം.
വഴിയെ പോണവനും വായ നോക്കിക്കും മധ്യസ്ഥ പ്രാർത്ഥന നടക്കത്തില്ലെന്ന് അർത്ഥം. അതിന് പേപ്പർ വണ്ടി ചെക്ക് നമ്മൾ എഴുതത്തില്ലേ? ഇപ്പം നമ്മൾ ചെക്ക് എഴുതി കൊടുക്കുമ്പോൾ ഉടനെ ചോദിക്കത്തില്ല ഇത് എന്താ വണ്ടിയാണെന്ന് ചോദിക്കുക. ഞാൻ ചില സ്ഥലത്തവർക്ക് നമ്മുടെ ഈ പ്രാർത്ഥനകൾ പലതും വണ്ടി ചെക്കായി പോകുന്നുണ്ട്. എന്താ കാര്യം? ബാങ്കിൽ പണമില്ലെങ്കിൽ സാധനം മുടങ്ങും. നമ്മളൊരാളിന് ഇപ്പം നിങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിച്ച്, മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. ആദ്യം തിരക്കേണ്ടത് നിങ്ങളുടെ ഡിപ്പോസിറ്റിൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ഉണ്ടോയെന്ന് നോക്കണം. ഈ ഉടമ്പടി ഇങ്ങനെ നിന്ന് കത്തണത് എന്തുകൊണ്ടാണ്? ഉടമ്പടി അടിക്കടി ഡെപ്പോസിറ്റ് അല്ലേ? ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും ഓരോ ഉപപ്രവർത്തനങ്ങളിലൂടെയും ഓരോ വിശ്വാസ കൈമാറ്റ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ ആസ്തി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം പിന്നെ നമ്മൾ ചെക്ക് എഴുതിയാൽ പിന്നെ എങ്ങനെ മടങ്ങത്തില്ല. ഉടമ്പടിക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്, നമുക്ക് പിന്നീട് കാണാതെ. അപ്പം അതുകൊണ്ട് ചെക്ക് എഴുതാനുള്ള ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ചെക്ക് മടങ്ങത്തിൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം. എന്നുവെച്ചാൽ കർത്താവിൻ്റെ കയ്യിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാകണം. സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം കരുതി വെക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 6:19-20. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വെക്കാൻ പറയുമ്പോ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ആ സാധ്യതയാണ് ഉടമ്പടിയിൽ വലിയ സൽപ്രവർത്തികൾ നിക്ഷേപമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിക്കാർക്ക് വേറെ, അതുകൊണ്ടാണ് ഉടമ്പടിയുടെ പ്രേക്ഷിതര് അവർ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നിന്ന് ഭരിക്കാൻ കണ്ടിട്ടില്ല. അവർ സാക്ഷ്യം പറയില്ല, ഈ ചേച്ചിയാണ് ഞങ്ങളെ കൊണ്ടുവന്നത്, ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്, ആ ചേച്ചിയുടെ പ്രാർത്ഥനയാണ് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടെന്ന്. അപ്പോൾ കാര്യം അവർക്ക് വണ്ടിച്ചക്കല്ല, അവർക്ക് നല്ല ആസ്തിഭദ്രതയുണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ. ഞങ്ങളിപ്പോൾ തുടങ്ങിയത് സ്ഥലത്ത് വെച്ച് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്ഥൈര്യലേപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദൈവം അവനാവട്ടെ അവർ വിശ്വസിച്ചില്ല, കാരണം മനുഷ്യമുള്ളത് എന്തെന്ന് അവന് അറിയാമായിരുന്നു. ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് എന്താണ്? ദൈവം നമ്മളെ വിശ്വാസത്തിലെടുക്കണം, ദൈവം നമ്മളെ വിശ്വസിക്കണം. അതാണ് ദൈവത്തിൻ്റെ സ്ഥൈര്യം. അവനെക്കുറിച്ച് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ദൈവത്തിന് സ്ഥൈര്യം ഉണ്ടാകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആ ഹോട്ടലിൽ അവർ ഗസ്റ്റ് കാലിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ പേടി, ടെൻഷനാണ്. അപ്പോൾ ഞാൻ റൂമിൽ പോയിട്ട് ക്ഷീണം കൊണ്ട് കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞ് കിടക്കാൻ സാധിക്കണില്ല. ഉച്ച സമയമോ ഒരു 12-1 മണിയുണ്ടാവും. ഞാൻ മുട്ടിപ്പേ നിന്ന് കയ്യും അങ്ങോട്ട് പൊക്കി, ദൈവമേ എനിക്ക് ആരോ പറഞ്ഞു തന്ന നന്ദി, അച്ഛൻ പറഞ്ഞായിരിക്കാം, പ്രൈസ് ദി ലോർഡ്. ഇല്ല, ഇവിടെ വന്നതിന് മുമ്പേ ഉള്ള കാലമാണ് അത്, പ്രൈസ് ദി ലോർഡ്. 2003 ഞാൻ വന്നെ, ഇത് 2001-2 കാലഘട്ടമാണ്, പ്രൈസ് ദി ലോർഡ്. എവിടെയോ ഞാൻ കേട്ട് ഞാൻ കയ്യും പൊക്കി ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ദൈവമേ എന്ന്. നന്ദി മാത്രമേ പറയണുള്ളൂ, സങ്കടമാണ്, പേടിയാണ്, പ്രൈസ് ദി ലോർഡ്. അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ തോന്നേ, ഞാൻ എറണാകുളത്ത് നിൽക്കുക, സൗത്തിൽ വുഡ്ലാൻഡ്സ് ഹോട്ടലാണ്, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് വുഡ്ലാൻഡ്സ് ഹോട്ടൽ, ആ പള്ളിമുക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയാൽ തിരുവനന്തപുരത്ത് പോകണമെന്ന്. എനിക്കറിയില്ല എന്തിനാ തിരുവനന്തപുരത്ത് പോകണമെന്ന്, പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തായാലും ഇത് പ്രാന്തായിരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ, മനസ്സിൽ തിരുവനന്തപുരത്ത് പോകാൻ തോന്നി കയ്യും പൊക്കിയപ്പോൾ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ സൗത്ത് റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെയാണ്, നടന്നുപോയി. അങ്ങോട്ട് പോകുമ്പോൾ 1.5 മണിക്കൂർ ട്രെയിനുണ്ട്. ഞാൻ ട്രെയിനിൽ കയറിയിരുന്നു തിരുവനന്തപുരത്തേക്ക്. തിരുവനന്തപുരം എത്തുന്നവരെ എനിക്കൊന്നും മനസ്സിലായില്ല എന്തിനാ പോകണമെന്ന്. അന്ന് മര്യാദയ്ക്ക് എനിക്ക് കൊന്തയൊന്നും ചൊല്ലാൻ അറിയില്ല, കൊന്ത ചൊല്ലാൻ അറിയില്ല. ഒരു ചെറിയ ബൈബിളുണ്ട്, കൊന്ത ചൊല്ലാനൊക്കെ അച്ഛനാ പഠിപ്പിച്ചത് ഇവിടെ വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം തമ്പാനൂർ ഇറങ്ങണതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അവിടെ ഒരു 6 മണി ആയിട്ടുണ്ടാവും, 6 മണി ആയിട്ടുണ്ടാവും. അവിടെ എത്തുമ്പോൾ RCC പോകണമെന്ന്, റീജിയണൽ ക്യാൻസർ സെൻറ്റർ. ബാഗിൻ്റെ അകത്ത് എൻ്റെ കയ്യിൽ കുറച്ച് ഒരു 1-1.25 ലക്ഷം രൂപ കാശുണ്ട്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ RCC പോകണമെന്ന്. RCC പോകാൻ
അപ്പോൾ ഞാൻ തമ്പാനൂർ ഇറങ്ങിയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അനിലചന്ദ്രൻ എന്ന്, പുള്ളിക്കാരനെ വിളിച്ച് പുള്ളി ബൈക്ക് എടുത്തിട്ട് വന്നു. ഞാൻ പറഞ്ഞു RCC പോകണമെന്ന്. എന്നിട്ട് RCC പോയി ഉള്ളൂർ അവിടെ RCC പോയി അകത്ത് കയറിയപ്പോഴത്തേക്കും കൊച്ചുങ്ങൾ കരയണ സൗണ്ട് കേട്ട്. അപ്പോൾ ഞാൻ RCCയിൽ ചിൽഡ്രൻസ് വാർഡിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 7 മണിയായിട്ടുണ്ടാവും. കൊച്ചുങ്ങളുടെ വാർഡിൽ പോയി. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അവർക്ക് എന്തെങ്കിലും സഹായിക്കണം, 3 പേർക്ക് സഹായിക്കണമെന്ന് മനസ്സിൽ തോന്നി. പ്രൈസ് ദി ലോർഡ്. 1 ലക്ഷം രൂപ കൊടുക്കണം. ആദ്യത്തെ 2 പേർക്ക് 35, മൂന്നാമത്തെ ആൾക്ക് 30 കൊടുക്കാം. എന്നിട്ട് ഞാൻ അവിടെ സൂപ്രണ്ട് സിസ്റ്ററുണ്ട്. സിസ്റ്ററോട് പറഞ്ഞ് എനിക്കൊന്ന് സന്ദർശിക്കാനാണ് വന്നത്. അപ്പോൾ അവർ പറഞ്ഞ് വിസിറ്റിംഗ് അവേഴ്സ് കഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ വളരെ ദൂരത്തിരുന്ന് വരെയാണ് സഹായിക്കാൻ വേണ്ടി വന്ന, നല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു 3 പേരെ ഇങ്ങോട്ട് അയക്കുമെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഗേറ്റിലേക്ക് അയക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു 3 സഹോദരി ഇങ്ങോട്ട് വന്നായിരുന്നു. അതിൽ ഒരാൾ മുമ്പിൽ നിന്ന ആൾ അവിടെ വന്ന് നിന്ന്. അപ്പോൾ പറഞ്ഞ് കൊച്ചിന് ബ്ലഡ് ക്യാൻസറാണ്, 3 വയസ്സുള്ള കൊച്ചാണ്. ഇതേപോലെ തന്നെ ബാക്കി 2 പേരെയും ഈ ക്യാൻസറായിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് മാതാവ് പറഞ്ഞത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് 35,000 അടുത്ത് ഈ സ്ത്രീയുടെ കയ്യിൽ കൊടുത്ത്, അവരുടെ കയ്യിൽ കൊടുത്ത്, ഇവരുടെ കയ്യിൽ 30 കൊടുത്ത്. അപ്പോഴാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് അവരൊരു കരച്ചിൽ തുടങ്ങിയത്. ആദ്യത്തെ സ്ത്രീ എന്താ അവർ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ഭർത്താവിന് കൂലിപ്പണിയാണ്. ഒരാഴ്ച മുമ്പേ അവർക്ക് കീമോ കൊടുക്കാനുള്ള കാശില്ലാതെ നാട്ടിൽ പോയിരിക്കുക. നാട്ടുകാർ സഹായിച്ചിട്ടാണ് ഓരോ പ്രാവശ്യം കീമോ കൊടുത്തു തന്നെ. സാധാരണ 2-3 ദിവസത്തിൽ തിരിച്ചു വരും. പൈസ ഒന്നും കിട്ടിയിട്ടില്ല, തിരിച്ചു വന്നിട്ടില്ല. ഈ സഹോദരി തലേദിവസം ഭക്ഷണം കഴിച്ചതാണ്. കുഞ്ഞുങ്ങൾക്ക് 1 ഗ്ലാസ് പാൽ അവിടെ കൊടുക്കും. വൈകുന്നേരം അവർ കാശ് കൊടുത്താൽ വാങ്ങിക്കുന്ന. തലേദിവസം തൊട്ട് 1 ഗ്ലാസ് പാല് 3 നേരം കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്നും അത് തന്നെ 3 ആക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഇവർ തലേദിവസം രാത്രി തൊട്ട് മുട്ടിപ്പേ നിന്ന് രാത്രി ഉറങ്ങാതെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക ആ സ്ത്രീ. പ്രൈസ് ദി ലോർഡ്. ആ അമ്മ അവർ അവിടെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ കൈകൊട്ടി പൊക്കി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പദ്ധതി എനിക്ക് കാണിച്ചു തന്നു, ദൈവം വെളിപ്പെടുത്തി തന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിൽ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ സമ്പത്തെല്ലാം എനിക്ക് തന്നത്. ഇതിൻ്റെ ഒരു 6 മാസം മുമ്പ് തൊട്ട് തന്നെ എൻ്റെ കച്ചവടം അങ്ങോട്ട് ദൈവം ഫുൾ ഫ്ലെഡ്ജാക്കി തന്നു. മാസം 30,000 ഒക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് ലക്ഷക്കണക്കിന് ലാഭം ദൈവം തരാൻ തുടങ്ങി ഒരു 6 മാസം മുമ്പേ തൊട്ട്. അന്ന് ഞാൻ കൈപൊക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. അന്ന് എൻ്റെ കയ്യിൽ ലക്ഷക്കണക്കിന് കാശുള്ള കൊണ്ടാണ് ഈ കാശ് കൊടുക്കാൻ സാധിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഈ സഹോദരി അവിടെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ദൈവം പ്രവർത്തിക്കുന്ന, അവർ തിരുവനന്തപുരത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന കൊച്ചിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോടാണ്. അപ്പോൾ ദൈവം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്നെ കുറേ സമ്പന്നമാക്കി നേരത്തെ തന്നെ. അപ്പോൾ നിങ്ങളെയും ദൈവം പദ്ധതി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അത് വിട്ടുതരും അങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിചാരിച്ച എന്താ അധ്വാനത്തിൻ്റെ ഫലമാണ് അതാണെന്നോ? അതൊന്നുമില്ല. എന്നെക്കാളും അധ്വാനിക്കുന്നവരുണ്ട്, എന്നെക്കാളും ബുദ്ധിയുള്ളവരുണ്ട്, കഴിവുള്ളവരുണ്ട്. അവർക്കൊന്നും ഇത്രയൊന്നും ബിസിനസ് കിട്ടിയിട്ടില്ല. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഞാൻ ആ സ്ത്രീയെ സഹായിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിനെ എന്നെ അന്ന് ശക്തിപ്പെടുത്തിയ കച്ചവടത്തിൽ എന്നെ ഫുൾ ഫ്ലെഡ്ജ് ആക്കി തന്ന്. അപ്പോൾ ഇതുപോലെ ദൈവം ചെറിയ കാര്യം നിന്നെക്കൊണ്ട് സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ നീ വചനത്തെ വിശ്വസിക്കണം. വചനത്തിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. വിശ്വാസം വർദ്ധിപ്പിക്കാൻ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നീ ക്ഷമയോടെ
അബ്രഹാമിനെ പോലെ ക്ഷമയോടെ കാത്തിരിക്കണം. ക്ഷമയോടെ കാത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നിനക്കൊരു അവബോധം വേണം. എന്നിൽ ഞാനില്ല, എൻ്റെ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. എൻ്റെ ക്രിസ്തുവിന് ഞാൻ എന്നെ തന്നെ ബലിയായി കൊടുക്കണം. ഞാൻ വിഷമിക്കുന്ന എല്ലാ വിഷയത്തെയും ഞാൻ ബലിയായിട്ട് കൊടുക്കണം, നന്ദി പറയണം. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിലേക്ക് അടുക്കാൻ സാധിച്ചത്. ദൈവം അനുവദിച്ചെന്നത് ഈ വിഷമങ്ങളൊക്കെ ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കും. ആ പദ്ധതി നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നീ ഇതുവരെ നിനക്ക് തടസ്സമായിട്ടിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവം പിന്നെ അനുവദിച്ചു തരും, നിന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഒരു കാലത്തും പിരിവെറുക്കരുത്, ഒരു കാലത്തും കുറ്റം പറയരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.